ഇവരെന്തോ കൃഷി ചെയ്യുന്ന സ്ഥലമാണെന്നാണ് തോന്നുന്നത് കണ്ടിട്ട്. അവിടെ ഒരു അമ്പലമുണ്ട്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പാർക്കിലേക്കാണ്. എനിക്ക് അത്യാവശ്യം ജലദോഷമൊക്കെ പിടിച്ചിട്ട് എനിക്കിങ്ങനെ കുന്നും മലയും കയറാനൊന്നും വയ്യ. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റിയുടെ അടുത്ത് തന്നെയുള്ള ഒരു സ്ഥലത്ത് ഞാൻ പോകുന്നത് ഇപ്പോൾ. ഇത് ഞാൻ വെറുതെ കിടന്ന് രാവിലെ തപ്പിയതാ. ആ റൂമിലിരുന്ന് എനിക്ക് ബോറടിച്ച് ചാവും ഞാൻ വൈകുന്നേരം ആകുമ്പോഴേക്കും. അപ്പം പിന്നെ വിചാരിച്ചു എന്നാൽ പിന്നെ എവിടെയെങ്കിലും പോയി കളയാം. അങ്ങനെ ഇറങ്ങിയതാണ്. രാവിലെ വെറുതെ തപ്പി നോക്കി. അപ്പോൾ യൂണിവേഴ്സിറ്റിൻ്റെ അടുത്ത് കുറച്ച് ഗ്രീനറി പ്ലേസസ് നടിച്ച് നോക്കിയപ്പോൾ വന്നതാണ്. എന്താണ്ട് ഒരു പാർക്കാണിത്. ഇനി ഒരു 16 മിനിറ്റും കൂടെ നടക്കാനുണ്ട്. മൊത്തം നടത്തം മാത്രമാണ്. ഞാൻ ബസ്സിലൊന്നും കയറുന്നില്ല. എനിക്ക് ദൂരത്തെ എങ്ങോട്ടും പോകാൻ താല്പര്യമില്ല. പിന്നെ രാവിലെ ഒന്നും ഉണ്ടാക്കാനോ കഴിക്കാനോ ഉള്ളൊരു മൈൻഡും ഇല്ല. നോക്കാം എന്തായതൊന്നും. വെറുതെ രാവിലെ കുറച്ച് ബ്രെഡും പീനട്ട് ബട്ടറും തേച്ച് തിന്നു. ഇവിടെ നിന്ന് മനുഷ്യന്മാരില്ലേ. ഇവിടെ നിന്ന് ആൾക്കാർ നടന്നു വരുന്ന സ്ഥലമാണെന്ന് തോന്നുന്നില്ല. കണ്ടിട്ട് കുറച്ച് പ്രൈവറ്റ് ഏരിയ പോലുണ്ട്. ലൈക്ക് ആൾക്കാർ സ്വന്തമായിട്ടുള്ള സ്ഥലങ്ങൾ. അത്യാവശ്യം വലിയ അമ്പലം കേട്ടോ. നോക്കാം എന്താണെന്നുള്ളത്. ഇവിടെ ഒരു വണ്ടിക്ക് പോകാനുള്ള സ്ഥലമേ ഉള്ളൂ. കുറേ പൂക്കളൊക്കെ ഉണ്ടല്ലോ. എനിക്ക് ഈ സ്ഥലം അറിയാം. ഈ അമ്പലം എനിക്കറിയാം. ഇവിടെ ഞാനൊരു ബാർബിക്യൂ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. കുറേ സ്കൂൾ പിള്ളേർ ഇവിടെ ബാർബിക്യൂ ചെയ്യുന്നുണ്ട്. അതെപ്പോഴായിരുന്നത്? കുറച്ച് കാലമായി. പക്ഷേ എന്തോ ഇവിടുത്തെ ഇവർക്കൊരു പരിപാടിയുണ്ട്. ഫുൾ മൂൺ ഡേ എന്നൊരു സംഭവമുണ്ട്. അന്നാ കണ്ടത്. അമ്പലം കണ്ട ഇന്ന് അത്യാവശ്യം നല്ല വെയിലുണ്ട്. റെസ്റ്റ് റൂമൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇൻ കേസ് ഞാൻ ഒരുപാട് നേരം ഒന്നും അവിടെ നിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് ആ റൂമിലിരുന്ന് ബോറടിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇറങ്ങിയത്. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും തണുപ്പായിരിക്കും. അപ്പോൾ പിന്നെ എവിടെ ഇറങ്ങാൻ തോന്നില്ല. പിന്നെ എനിക്കിപ്പോൾ കുറച്ചധികം ഹോബീസ് ആയതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങനെയൊക്കെ ജീവിച്ച് പോകുന്നു. ലൈക്ക് ഞാനിപ്പോൾ ക്രോഷേ ചെയ്യാറുണ്ട്. ഞാൻ പുതുതായി പഠിച്ചത്. പക്ഷേ സംഗതി കൊള്ളാം. എനിക്കിഷ്ടപ്പെട്ടു. റോഡ് ക്രോസ് ചെയ്താലോ നല്ല വെയിലാസായിരുന്നു. അങ്ങനെ അത് പഠിച്ചപ്പോൾ ഞാൻ ചെറുതായി ഒരു വീഞ്ഞൊക്കെ ഉണ്ടാക്കി. അയ്യോ പട്ടി ആരില്ലായിരിക്കുമല്ലേ. ഒരു പ്രാവശ്യം ഞങ്ങളിങ്ങനെ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ വെറുതെ ഇവിടെ കറിവേപ്പില കിട്ടുന്നൊരു മരമുണ്ട്. അപ്പോൾ ആ മരത്തിൻ്റെ അടുത്ത് പോയി അവിടെ നിന്ന് കുറച്ച് നേരം കഥയൊക്കെ പറഞ്ഞു. കുറച്ചൊരു പച്ചപ്പ്, ഇതുപോലെ തന്നെ പച്ചപ്പുള്ളൊരു സ്ഥലമാണ് അത്. കുറച്ച് കഥയൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാകുമ്പം പേടിയാവുന്നുണ്ട് ചെറുതായിട്ട്. ആൾ താമസമൊന്നുമില്ലേ. അത് കഴിഞ്ഞിട്ടാകുമ്പോൾ ഞങ്ങൾ കുറച്ച് ഇങ്ങനെ ആ സ്ഥലത്തൊക്കെ ഇങ്ങനെ ഇരുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു. കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾ ഇരുന്ന സ്ഥലം ഏതോ പട്ടിയുടെ പ്രോപ്പർട്ടിയാണ്. ഏതോ പട്ടിയുടെ ഉടമസ്ഥൻ്റെ പ്രോപ്പർട്ടിയാണ്. ആ പട്ടി കുരയ്ക്കാനും തുടങ്ങി, ഞങ്ങളുടെ അടുത്തേക്ക് ചാടി വരാനും തുടങ്ങി. ശരിക്കും പേടിച്ചു പോയെന്ന്. പിന്നെ ഓടണ്ടെന്നുള്ള ഇതിൽ ഓടാൻ നടന്നും പയ്യെ. ഞാൻ ശരിക്കും ഗോപ്രോ തൊട്ടിട്ടേ കുറേ കാലമായി. എൻ്റെ ഒരു ഓർമ്മ ശരിയാണേ, ഞാൻ എവിടെയും പോയിട്ടെന്നെ കുറേ കാലമായി. ഞാൻ എന്താ ചെയ്തുകൊണ്ടിരുന്നത്?
ആർക്കറിയാം. ഞാൻ സ്കൂളിൽ പോയ സമയത്ത് അവിടെ നിന്ന് ഉപയോഗിച്ചായിരുന്നു ഒരു ദിവസം നൈറ്റ് മാർക്കറ്റിലേക്ക് പോകുമ്പോൾ. കൊള്ളാം. ഇത് നമ്മുടെ കേരളമൊക്കെ പോലെ തന്നെ പച്ചപ്പുണ്ട്, പക്ഷേ സംഗതി ഒരു ഫുള്ളി ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു കൺട്രിയാണ്. ആൾക്കാരൊക്കെ വളരെ നല്ല തന്നെയാണ് കേട്ടോ. എന്താ പറയുക, ഡിപ്പെൻസ് ആണ്. പക്ഷെ നമ്മുടെ നാട്ടിലെ പോലെ കാണുന്ന എല്ലാവരോടും ചിരിക്കണം. നമ്മുടെ നാട്ടിലങ്ങനെയാണല്ലോ, നമുക്ക് പരിചയമുള്ള എല്ലാവരോടും നമ്മൾ ചിരിച്ചില്ലെങ്കിൽ അടുത്ത ദിവസം വീട്ടിലെ ആൾ കയറി ചോദിക്കുമല്ലോ, എന്താ നിങ്ങളുടെ മോൾക്ക് ഇത്ര അഹങ്കാരം, അല്ല നിങ്ങളുടെ മോൻ ഇത്ര അഹങ്കാരം എന്നൊക്കെ ചോദിച്ച ആൾക്കാർ വരുമല്ലോ. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമല്ല. ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും നല്ലോണം അറിയുന്ന ആളോടും നിങ്ങൾ ചിരിച്ചില്ലേ കുഴപ്പമൊന്നുമില്ല. ഇവിടെ ആരും മൈൻഡ് ചെയ്യാൻ പോകണില്ല നിങ്ങൾ ചിരിച്ചില്ല എന്ന്. അത് ഇവരുടെ ആൾക്കാരുടെ മൈൻഡ് സെറ്റ്. ഇപ്പം നമ്മുടെ നാട്ടിൽ നമ്മളെ മൈൻഡിൽ എത്ര പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ പരിചയമുള്ള ആൾക്കാരെ കാണുമ്പോൾ ചിരിച്ചിരിക്കണം. അതാണല്ലോ അവിടുത്തെ ഒരു നിയമം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നിങ്ങളെ മനസ്സ് ശരിയില്ലേ, വേണ്ട, ആരും ചോദിക്കാൻ പോകണില്ല നിങ്ങളുടെ അടുത്ത്. ഇത് ഇവിടുത്തെ മെയിൻ പരിപാടി, പുകവലി. അപ്പാപ്പൻ അവിടെ ഇരുന്ന് പുകവലിക്കുക. അയ്യോ പട്ടി ഒന്നും ചെയ്യില്ലായിരിക്കില്ലേ. ഇല്ല, പട്ടിയൊന്ന് കണ്ടിട്ടൊന്ന് നോക്കി ഇവളേതാ. വരലല്ല എല്ലാവരും. ഇതെന്തുവാ, ഇച്ചിരി വെള്ളമൊക്കെ ഉണ്ട് അതിനുള്ളിൽ. മൊത്തത്തിൽ ഇതൊരു ഗ്രാമപ്രദേശമാണ്. ഐ മീൻ ഒരു ഉൾഗ്രാമമാണിത്. ഇവിടുത്തെ എനിക്ക് തോന്നുന്നില്ല ഇവിടുന്ന് അടുത്തൊന്നും ബസ് ഉണ്ടാവുന്നു, ബസ് സ്റ്റോപ്പ്. ഐ മീൻ ഇവിടെ മോസ്റ്റ്ലി ആൾക്കാർ ട്രാവൽ ചെയ്യുന്നത് കാറൊക്കെ തന്നെ, കാറോ സ്കൂട്ടറോ. ബൈക്ക് ഇവിടെ റെയറസ്റ്റ് ആണ്. ഇവിടെ ഓൾമോസ്റ്റ് ആരും ഇവിടെ ബൈക്ക് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. എല്ലാവരും ഉപയോഗിക്കുന്ന ഒന്നിക്കൽ കാർ, അല്ലെങ്കിൽ സ്കൂട്ടർ, അല്ലെങ്കിൽ ഇവിടെ ബൈക്കിനൊരു ഓപ്ഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ നിങ്ങളുടെ കാർഡ് ടാപ്പ് ചെയ്തിട്ട്, ഞങ്ങൾക്കിവിടെ ഈസി കാർഡാണ്, ഈ ബസ്സിലൊക്കെ കയറാനുള്ള ഈസി കാർഡ്. ആ ഒരു ഈസി കാർഡിൻ്റെ കാർഡ് ടാപ്പ് ചെയ്തിട്ട് സൈക്കിളെടുക്കാം. സൈക്കിളെടുത്ത് അരമണിക്കൂറിനുള്ളിൽ അടുത്ത ഏതെങ്കിലും ഒരു സ്റ്റോപ്പിൽ വച്ചാൽ ചാർജൊന്നുമില്ല, ചാർജ് ഫ്രീയാണ്. അങ്ങനെ കുറേ ഓപ്ഷൻസൊക്കെ ഉണ്ട് ഇവിടെ ട്രാവലിങ്ങിന്. ഇത് മൊത്തം പച്ചപ്പാണ്, വേറൊന്നും കാര്യം ഞാൻ കാണുന്നില്ല. ഞാനിവിടെ ഒരു ചെറിയൊരു പച്ചക്കറി തടം കാണിച്ചുതരാം. ഈ അമ്മമ്മ എഴുതാൻ തോന്നുന്നു. അവരുടെ ഒരു ഹായ് പറഞ്ഞാലോ, ചിലപ്പോൾ മൈൻഡാക്കിയില്ലെങ്കിലും. അയ്യോ, നീ ഹാവ് മൈൻഡാക്കിയില്ല, പറഞ്ഞിട്ട് നിൽക്കുന്നില്ല. ഇനി എന്തോ ആട്ടെ, നമ്മൾ ശരിയായി. ആരും പറഞ്ഞില്ല, നമ്മൾ വീട്ടിൽ നടക്കാം. എന്താ നാരങ്ങയോ, എന്ത് നാരങ്ങയത് മനസ്സിലാവുന്നില്ല. ഇത് കാണുന്നുണ്ടാവില്ല, പക്ഷെ എന്തോ ഒരു വ്യത്യാസമുള്ളൊരു നാരങ്ങ പോലെ എന്തോന്നു. നമുക്കിനി അയ്യോ, നമ്മുടെ മാപ്പ് എവിടെ എത്തി? റീസെൻ്റ് കേട്ടെ. വഴി തെറ്റിയോ? ഇല്ല, ഇങ്ങനെ തന്നെ. നമ്മളിതൊരു കാട്ടുപ്രദേശം, പക്ഷേ ഇത്ര അടുത്ത് നമുക്ക് ഇത്രയും നല്ല കാട്ടുപ്രദേശമുണ്ടായിരുന്നു. അയ്യോ, ഞാനീ കണ്ട കുന്നും മഴയൊക്കെ കയറാൻ പോകുന്നത് ഇങ്ങനെയുള്ള സ്ഥലമൊന്നും ഞാൻ ഇതുവരെ നോക്കിയിട്ട് തന്നെ ഇല്ല. ഉണ്ടോ, അടുത്തുണ്ടോ? നോക്കാം. അങ്ങനെ നമ്മൾ ആ പാർക്കിൽ എത്തിയിരിക്കുന്നു. നമ്മളതിൻ്റെ എൻട്രൻസിലല്ല എത്തിയത്, നടുവിൽ എവിടെയോ എത്തിയിരിക്കുന്നു. വേറൊന്നും നല്ലൊരു അപ്പാപ്പനെ നോക്കി വന്നതാണ്. ഈ കാർ പാർക്കിങ്ങിൻ്റെ ഇടയിലോട്ട് വഴി ഉണ്ടാവുമെന്ന് വെച്ചിട്ട്. കോമഡി അതല്ല, അപ്പാപ്പൻ ഓടിക്കയറി
ഞാൻ നോക്കുമ്പോൾ അത് സ്റ്റെപ്പൊന്നുമല്ല. പിന്നെ ഞാനും അപ്പാപ്പൻ്റെ പിന്നാലെ ഓടിക്കയറി. നമുക്ക് ഈ വേലി ചാടലൊക്കെ സിമ്പിളാണല്ലോ. കൊള്ളാം സ്ഥലം. ലൈക്ക് ഒരു പച്ച ഈ അപ്പാപ്പനായിരുന്നു എൻ്റെ പിന്നാലെ എൻ്റെ മുന്നാലെ വിട്ടു. എല്ലാവരും ഇങ്ങോട്ട് വരുന്നു, ഞാൻ മാത്രം അങ്ങോട്ട് വന്നു. ഞാൻ എൻട്രൻസിൻ്റെ ഓപ്പോസിറ്റാണ്. ഇവിടെയായിരുന്നു കയറേണ്ടിയിരുന്നത്. ഗുഡ് മോർണിംഗ്. കണ്ടോ, നല്ല മനുഷ്യന്മാരും ഉണ്ട് ഇവിടെ. ഇറ്റ് മെയ്ഡ് മൈ ഡേ. സത്യം പറയാലോ, ഇടയ്ക്കൊക്കെ ഞാനിങ്ങനെ വിചാരിക്കും, ഈ ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ കേൾക്കാൻ പറ്റിയാൽ തന്നെ വലിയ കാര്യമല്ലേ. ചൂടെടുക്കുന്നുണ്ടോ? അപ്പോൾ ഞാൻ ഇന്നലെ തല കുളിച്ചതാണ്. ഇന്നലെ തലേന്ന് കുളിക്കാൻ പറ്റില്ല, വേർക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് അല്ല, അങ്ങനെ വിചാരിക്കരുത് കേട്ടോ. അയ്യോ, ഞാൻ കുളിക്കുന്നതിനൊക്കെയുള്ള വ്യക്തി തന്നെയാണ്. പക്ഷേ ഇവിടെ വിൻ്റർ ആയതുകൊണ്ട് ഡെയിലി കുളിയൊന്നും നടക്കത്തില്ല. ഈ സ്ഥലം ശരിക്കും കൊള്ളാം കേട്ടോ. വെറുതെ വന്ന റിഫ്രഷ്മെൻറ്റ്. ഇവരിങ്ങനെയൊക്കെ എന്തൊക്കെ ഉണ്ടാക്കി വയ്ക്കുന്നറിയോ? മനുഷ്യൻ്റെ മനസ്സ് നന്നാക്കാനല്ല, ഐ മീൻ റിഫ്രഷ് ചെയ്യാൻ വേണ്ടി ഇവരിങ്ങനെ പല കലാപരിപാടികളുണ്ട്. കുന്നും മലയൊക്കെ ഇവരുണ്ടല്ലോ, നല്ല വൃത്തിക്ക് നടന്നു പോകാൻ പറ്റുന്ന പാകത്തിനാക്കി വയ്ക്കും. എന്തിനാ മനുഷ്യന്മാർക്ക് പോകാൻ? നമ്മുടെ നാട്ടിലൊക്കെ പോയിട്ട് ചിലപ്പോൾ പിന്നീട് പെടും. അടിപൊളി സ്ഥലമാണ് ഇത്. ചെറിയ സ്ഥലം കേട്ടോ. അപ്പോൾ നേരത്തെ കണ്ട കപ്പിൾസ് തിരിച്ചു വരുന്നുണ്ട്. ഒരു റൗണ്ടാന്ന് തോന്നുന്നത്. ഇവരൊക്കെ എന്തെങ്കിലും നോക്കണേ? അല്ലേ, ഞാനൊരു ഇൻട്രോവേർട്ട്. അതിൻ്റെ കൂടെ ക്യാമറ പിടിക്കുന്ന തന്നെ എൻ്റെ വലിയ എന്തോ. ഞാൻ എൻ്റെ ഉള്ളിൽ അത്രയും ഊർജ്ജം ഉണ്ടാക്കിയിട്ടാണ് ഞാൻ ഈ ക്യാമറ പിടിക്കുന്നത്. അതാർക്കും അറിയണ്ടല്ലോ. എന്നിട്ടിങ്ങനെ തുറച്ച് നോക്കിയാൽ പിന്നെ ഞാൻ എങ്ങനെ ഇതിലൊക്കെ വീഡിയോ എടുക്കും? തിരിഞ്ഞു നോക്കുന്നുണ്ടോ ദൈവമേ? അവർ ഇവിടെയൊക്കെ വീഡിയോ പിടിക്കുന്ന ഇവർക്ക് തേങ്ങയുള്ളത്. പക്ഷേ കൊള്ളാം. പക്ഷെ ഇത്രയും ദൂരം വന്നിട്ട് അത്രക്കൊന്നുമില്ലല്ലേ. കുറച്ച് നേരം ഇരുന്നാലും നല്ല ക്ഷീണം. എനിക്ക് ചെറുപ്പത്തിലെ ഭയങ്കര ആഗ്രഹമായിരുന്നു പട്ടം പറത്താൻ. കാരണം നമ്മുടെ നാട്ടിൽ അത്ര കോമൺ ആണല്ലോ. അങ്ങനെ കാറ്റോ ഇതൊക്കെയായി. ഇവിടെ കാര്യമായി വേറൊന്നും ഇല്ലാന്ന് തോന്നുന്നു. അങ്ങോട്ടൊരു വഴി കാണുന്നുണ്ട്, നടന്നു നോക്കാം. എന്തോ ഇവിടെ ഫാമിലീസിനൊരു ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാരാണ്. അച്ഛൻ, അമ്മ, മക്കൾ, ബന്ധം എന്നൊക്കെ പറയുന്നത്. ഇതൊരു ചെറിയൊരു ഇടവഴി, നടന്നു നോക്കല്ലേ. കാര്യമായൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഓ, സ്റ്റെപ്പൊക്കെ ഉണ്ട് അവിടെ, നോക്കാം. കാര്യമായിട്ട് ഇവിടെ ഒന്നും ഇല്ലാന്ന് തോന്നുന്നു.
അതിലേ നടന്നു വരേണ്ടതായിരുന്നു ഞാൻ. എന്താ ഇവിടെ നല്ല സ്ഥലം, വെറുതെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കാം. ഫാമിലിയൊക്കെ വരുന്നവർക്ക് വേറൊന്നുമില്ല ഇവിടെ കാര്യമായിട്ട്. ഞാൻ പറഞ്ഞില്ല, ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഫാമിലീസിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് തന്നെ. ഇങ്ങനെയുള്ള സ്ഥലമൊക്കെ കുട്ടികൾക്കും അച്ഛനമ്മമാർക്കും ഒക്കെ വന്നിങ്ങനെ ഇരുന്ന് എൻജോയ് ചെയ്യാനുള്ളൊരു സ്ഥലം, അത്രയേ ഉള്ളൂ. പക്ഷെ അതൊരു എല്ലാവരും കൂടിയുള്ളൊരു മൊമെൻ്റ് ആകുമ്പോൾ നല്ല എൻ്റർടൈനിങ് ആയിരിക്കുമല്ലോ. വെറുതെ അങ്ങോട്ടൊക്കെ നടന്നു നോക്കാം. വെറുതെ ശരിക്കും എനിക്കെൻ്റെ ക്രോഷിങ് എടുക്കായിരുന്നു കേട്ടോ. നൂലൊക്കെ എടുത്തിട്ട് ഇവിടെ വന്നിട്ട് കുറച്ച് തുന്നി നിറച്ചുകൊണ്ട് ഈ കായ് തിന്നാൻ പറ്റുന്ന കായാണ് വിളി. ഇവിടെ വഴിയുണ്ട് കേട്ടോ ഇനിയും. ഓഹോ, അതാണ് നമ്മളിവിടെ വന്നില്ലായിരുന്നു, നമുക്ക് ഈ വഴി അറിയില്ലായിരുന്നല്ലോ. നമ്മൾ എക്സ്പ്ലോർ ചെയ്യാതെ എങ്ങനെ അറിയാനാ ഓപ്ഷൻ ഉണ്ടോ? സോ ജസ്റ്റ് എക്സ്പ്ലോർ. പക്ഷെ എനിക്കൊന്ന് മെയിൻ റോഡ് എത്തിയെന്ന് സാറല്ല, അങ്ങനെ നമ്മളിങ്ങനെ പോവും അല്ലേ, അത്രേ ഉള്ളൂ. ലൈഫിൽ എന്തൊക്കെ നേടണമെന്നുണ്ടെങ്കിൽ ഒന്ന് നടക്കണം. അല്ലാതെ കണ്ട് എല്ലാം വീട്ടിൻ്റെ മുറ്റത്ത് വന്ന് കിട്ടുമെന്ന് വിചാരിച്ചിട്ടൊന്നും നടക്കൂല. പറക്കട എന്താ റോഡ് പണി. ഒരച്ചയൊക്കെ നോക്കാട്ടിയൊക്കെ നമുക്കിനി യൂണിവേഴ്സിറ്റിക്കുള്ള മാപ്പ് അടിച്ചിട്ടാലോ. ഓ, കോട്ടൺ, കുറച്ച് കോട്ടൺ എടുത്തുകൊണ്ടാലോ എനിക്ക് സ്റ്റഫിങ്ങിന്, ക്രോഷേ സ്റ്റഫിങ്. ഇതിൻ്റെ വേറെ ഉണ്ട് അത്ര. ഞാൻ അൺഫിൽറ്റേഡ് ആയിട്ടാട്ടോ ഈ വീഡിയോസ് ഇടുക. എനിക്ക് എഡിറ്റിങ്ങും പരിപാടിയൊന്നും ചെയ്ത് ഭയങ്കരമായിട്ട് സമയം കളയാൻ ഇല്ല. അതുകൊണ്ടാണ്. ഞാനൊരു കണ്ടൻറ് ക്രിയേറ്ററൊന്നും അല്ലല്ലോ. ലൈക്ക് എന്താ പറയുക, ഞാൻ എൻ്റെ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടി ചെയ്യുന്ന കാര്യം ഇത്, അത്രയേ ഉള്ളൂ. അത് ഭയങ്കരമായി സംഭവമാക്കിയിട്ടൊന്നും ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്നില്ല. സോ പ്ലീസ് ആക്സെപ്റ്റ് ആസ് ഐ ആം. അതുപോലെ തന്നെ ഞാനിത് സംസാരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ മൈൻഡ് വോയിസാണ്. അല്ലാതെ കണ്ട് ഭയങ്കരമായിട്ട് എന്തേലുമൊക്കെ ആ കായ് നോക്കി എത്രയാ. അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ പ്ലാൻഡായിട്ട് സംസാരിക്കുന്നത് ഒന്നുമല്ല. എൻ്റെ മൈൻഡ് വോയിസാണ് നിങ്ങൾ ഈ കേട്ടോണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ എന്തൊക്കെയോ എൻ്റെ മനസ്സിൽ പറയുന്ന കാര്യങ്ങൾ ഒച്ചത്ത് പറയുന്നത് പുറത്തത്രയാണ്. ഇതൊന്ന് ജിമ്മാണ്. ഇവിടെ റീക്രിയേഷന് വേണ്ടിയിട്ട് ഒരുപാട് സംഭവങ്ങളുണ്ട്. ശരിക്കും മാപ്പ് ഇടേണ്ട ആവശ്യമൊന്നുമില്ല, എനിക്ക് ധാരണയുണ്ട് എങ്ങനെ പോകണം എന്നുള്ളത്. സ്റ്റിൽ വെറുതെ കണ്ട് റിസ്ക് എടുക്കാൻ എനിക്ക് വയ്യ. റിസ്ക് എടുക്കണം എന്നാണല്ലോ പറയാറ്, പക്ഷേ ഇക്കാര്യത്തിൽ വയ്യ. വലിയ എനർജി ഒന്നുമില്ല സത്യം പറയാലോ. കുറച്ച് അസുഖങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ സൈഡായതുകൊണ്ട് എവിടെയും പോയില്ല കുറേ കാലമായിട്ട്. കുറേ കാലം എന്ന് വെച്ചാൽ അസുഖങ്ങളൊന്നും വന്നിട്ട് കുറേ കാലമൊന്നും ആയിട്ടില്ല. പക്ഷേ അതിനു മുന്നേ കുറേ ട്രാവലിങ്ങും പുറത്തൊക്കെ പോയതും US പോയതും അത് കഴിഞ്ഞൊരു 3 ആഴ്ച സ്കൂളും എല്ലാം കഴിയുമ്പോഴേക്കും സമയമായി. ഇവിടെ ആരുണ്ട്, ഞാനൊന്നും മിണ്ടത്തില്ല.
നല്ലൊരു കാലാവസ്ഥയുണ്ട് ശരിക്കും. എന്നുവെച്ചാൽ വെയിലുണ്ട്, ചൂടില്ല, നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട്, വേർക്കത്തില്ല. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ കുന്ന് കയറാൻ ഇഷ്ടമുള്ള ടൈം സത്യം പറഞ്ഞാൽ ഈ വിൻ്ററിലാട്ടോ. ഇതേ കാരണം തന്നെ വേർത്ത് അബദ്ധമാവത്തില്ല. നമ്മൾ ഒരു